സോ പ്രിസർവേഷനിലെ ഹേർഡിൽ ടെക്നോളജി എന്ന് പറഞ്ഞ ടോപ്പിക്ക്. ഹേർഡിൽ ടെക്നോളജി ഈസ് ആൻ ഇൻ്റലിജൻറ്റ് കോമ്പിനേഷൻ ഓഫ് ഹേർഡിൽസ്. അതായത് നമുക്കൊരു ഫുഡിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫുഡ് ഏത് ഫുഡാണോ നമ്മൾ പ്രിസർവ് ചെയ്യുന്നത് ആ ഫുഡിൻ്റെ പ്രിസർവേഷൻ നടത്തുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ സ്പോയിലേജ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ സ്പോയിലേജ് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്ന് നോക്കിയതിന് ശേഷം ആ സ്പോയിലേജ് തടയാനുള്ള പ്രിസർവേഷൻ മെത്തേഡ്സിൻ്റെ പല മെത്തേഡ്സിൻ്റെയും ഒന്നിച്ചായി ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഹേർഡിൽ ടെക്നോളജി എന്ന് പറയുന്നത്. ഇതിൽ യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാണ്? ഒന്ന് ടെമ്പറേച്ചർ യൂസ് ചെയ്യാം, വാട്ടർ ആക്ടിവിറ്റി യൂസ് ചെയ്യാം, പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യാം, മൈക്രോ ഓർഗാനിസത്തിന് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ അസിഡിറ്റി യൂസ് ചെയ്യാം. ഇങ്ങനെ ഓരോ മെത്തേഡിന് ഇതിൽ ഓരോന്നിനും ടെമ്പറേച്ചർ ഒരു ഹേർഡിലാണ്, വാട്ടർ ആക്ടിവിറ്റി ഒരു ഹേർഡിലാണ്, മൈക്രോ ഓർഗാനിസംസും അസിഡിറ്റിയൊക്കെ ഒരു ഹേർഡിലാണ്. ഇത് കൂടാതെ നോവൽ ഹേർഡിൽസ്, അതായത് പുതിയതായിട്ട് വന്ന ഹേർഡിൽസ് ഉണ്ട്. അതിലാണ് നാനോ തെർമോസോണിക്കേഷൻ. എന്തൊക്കെയാണ്? നാനോ തെർമോസോണിക്കേഷൻ ഉണ്ട്, അൾട്രാ ഹൈ പ്രഷർ ഉണ്ട്, ഫോട്ടോഡൈനാമിക് ഇനാക്ടിവേഷൻ ഉണ്ട്, മോഡിഫൈഡ് അറ്റ്മോസ്ഫിയറിക് പാക്കേജിങ്. ഇതല്ലാതെ കുറേ ഉണ്ട് കേട്ടോ. പൾസഡ് ഇലക്ട്രിക് ഫീൽഡ്, അങ്ങനെ കുറേ ഉണ്ട്. കുറേ പലതരം നമുക്ക് ഒരു ഫുഡിനെ പ്രിസർവ് ചെയ്യാൻ എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യുക അതെല്ലാ മെത്തേഡ്സും ഒന്നിച്ച് ഉപയോഗിക്കുക. അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുത്താതെ ഒന്നിച്ച് ഉപയോഗിക്കുന്നത് നമ്മൾ ഹേർഡിൽ ടെക്നോളജി എന്ന് പറയുന്നത്. അല്ല, അപ്ലൈ കോമ്പിനേഷൻസ് ഓഫ് എക്സിസ്റ്റിംഗ് ആൻഡ് നോവൽ പ്രിസർവേഷൻ ടെക്നിക്സ് ഇൻ ഓർഡർ ടു എലിമിനേറ്റ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. സോ ഹേർഡിൽ ടെക്നോളജി ഈസ് മീൻ ബൈ അപ്ലൈ കോമ്പിനേഷൻസ് ഓഫ് എക്സിസ്റ്റിംഗ് ആൻഡ് നോവൽ പ്രിസർവേഷൻ ടെക്നിക്സ് ഇൻ ഓർഡർ ടു എലിമിനേറ്റ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. സോ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ പല മെത്തേഡ്സിനും ഒന്നിച്ച് യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഹേർഡിൽ ടെക്നോളജി എന്ന് പറയുന്നത്. ആൻഡ് ഹേർഡിൽ ടെക്നോളജി ഈസ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് അഡീഷണൽ ആൻറ്റി മൈക്രോബിയൽ എഫക്ട് ദസ് ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് ദ ഫുഡ്. അതായത് നമുക്കൊരു ഫുഡിനെ പ്രിസർവ് ചെയ്യണം. അപ്പോൾ ഫുഡിനെ പ്രിസർവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നല്ലോണം തിളപ്പിച്ച് ഉണക്കിയോ അങ്ങനെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക, നല്ലോണം കുറേ ഹൈ ടെമ്പറേച്ചറൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫുഡിനെ പ്രിസർവ് ചെയ്യില്ല. ഇപ്പോൾ സ്റ്റെറിലൈസ് ചെയ്യുക, ഇപ്പോൾ ഓട്ടോക്ലേവ് ചെയ്താൽ ശരിക്കും ഫുഡ് പ്രിസർവ്ഡ് ആണ്. മീൻസ് ഫുഡിലുള്ള എല്ലാ ഓർഗാനിസവും സ്പോറും സാധനങ്ങളൊക്കെ ചത്തുപോകും. പക്ഷേ ആ ഫുഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓട്ടോക്ലേവിംഗ് എന്ന് പറയുമ്പോൾ 121 ഡിഗ്രി സെൽഷ്യസ് 15 മിനിറ്റ്സ് ഒക്കെ വെക്കുന്ന സമയത്ത് ഫുഡ് അപ്പോൾ അലുത്തു പോകും. അപ്പോൾ ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്ന് തിളപ്പിക്കുന്നു, ചെറുതായിട്ട് ചൂടാക്കുന്നു. ഇപ്പോൾ ടെമ്പറേച്ചർ യൂസ് ചെയ്യണമെങ്കിൽ ചൂടാക്കുന്നു, ഒരു ടെമ്പറേച്ചർ വരെ ചൂടാക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ വേറെ എന്തെങ്കിലും ഒരു പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നു. അപ്പോൾ ടെമ്പറേച്ചർ ചൂടാക്കുമ്പോൾ സൈക്രോഫൈൽസ്, മീസോഫൈൽസ് ഓർഗാനിസംസ് ചത്തുപോകുന്നു. അപ്പം ബാക്കി തെർമോഫൈൽസ് ആണ്. അതിനെതിരെ എന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നു. ഇനി അതല്ല, അതിലേക്ക് കുറച്ച് ആസിഡ് ആഡ് ചെയ്യുന്നു. എന്തെങ്കിലും സിട്രിക് ആസിഡോ അല്ലെങ്കിൽ അസറ്റിക് ആസിഡോ അങ്ങനെ എന്തെങ്കിലും ആസിഡ് ആയിട്ട് അതിൻ്റെ ആസിഡിറ്റി കൂട്ടുന്നു. അങ്ങനെയും ആ സമയത്ത് എന്താവും? ഓർഗാനിസംസ് ചത്തുപോകും. അങ്ങനെ പലതരം മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഫുഡിൻ്റെ ക്വാളിറ്റീനെ നഷ്ടപ്പെടുത്താതെ പ്രിസർവ് ചെയ്യുന്ന മെത്തേഡാണ് എന്തെന്നാണ് ഹേർഡിൽ ടെക്നോളജി എന്ന് പറയുന്നത്. സോ കണ്ടില്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ഇതുണ്ടോ, ഹൈ ടെമ്പറേച്ചർ ആദ്യം യൂസ് ചെയ്യുന്നു, പിന്നെ ഒന്ന് തണുപ്പിക്കും. നമ്മളിപ്പോൾ ഇപ്പോൾ പാലൊക്കെ പാല് പാസ്ചറൈസ്ഡാണ്, അത് ടെമ്പറേച്ചർ യൂസ് ചെയ്ത് പാസ്ചറൈസ്ഡ് മിൽക്കിന് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ എന്താണ്? അപ്പോൾ 2 ഹേർഡിലായില്ലേ? ഒന്ന് ടെമ്പറേച്ചർ യൂസ് ചെയ്തു, ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്തു, ലോ ടെമ്പറേച്ചർ യൂസ് ചെയ്തു. അപ്പോൾ ഇതെന്ത് ചെയ്തു? ഹൈ ടെമ്പറേച്ചർ പാലിൻ്റെ കേസ്. ഇനി ഇത് കൂടാതെ അതിൻ്റെ വാട്ടർ ആക്ടിവിറ്റി, അതായത് ഒന്ന് അത്യാവശ്യം വെള്ളം കൂടി വറ്റിച്ചെടുക്കുക എന്നായിരിക്കും നമ്മൾ. അതായത് ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് വെള്ളം വറ്റിച്ചെടുക്കാൻ വാട്ടർ ആക്ടിവിറ്റിയും കൂടി കുറച്ചും കൂടി അതിന് ലൈഫ് എക്സ്പാൻഡ് ചെയ്ത് കിട്ടും. ഇനി വേറെ ഏതെങ്കിലും ഒരു ഫുഡിലാകുമ്പോൾ നമുക്ക് pH കുറയ്ക്കാം, അതുപോലെ അതിൻ്റെ ഹ്യൂമിഡിറ്റി ഇക്വിലിബ്രിയം ഹ്യൂമിഡിറ്റി കുറയ്ക്കാം, അതുപോലെ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ പല മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് പ്രിസർവ് ചെയ്യുന്നതിനാണ് നമ്മൾ ഹേർഡിൽ ടെക്നോളജി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താ? സാധാരണ പോലെ തന്നെ എല്ലാ പ്രിസർവേഷൻ മെത്തേഡ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് തന്നെയാണ് ഹേർഡിൽ ടെക്നോളജീൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഒന്നാമത് ടു എൻഷുർ ദ സേഫ്റ്റി ഓഫ് ഫുഡ് ഫ്രം മൈക്രോബ്സ്. രണ്ടാമത്തെ ടു പ്രിവെൻറ്റ് ദ സ്പോയിലേജ് ഓഫ് ഫുഡ്. ഇപ്പോൾ ഫസ്റ്റ് വൺ എൻഷുർ ദ സേഫ്റ്റി ഓഫ് ഫുഡ് ഫ്രം മൈക്രോബ്സ്, ടു പ്രിവെൻറ്റ് ദ സ്പോയിലേജ് ഓഫ് ഫുഡിൻ്റെ സ്പോയിലേജ് തടയാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ ടു എൻഹാൻസ് ദ കീപ്പിംഗ് ക്വാളിറ്റി ഓഫ് ഫുഡിൻ്റെ കീപ്പിംഗ് ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ. നാലാമത്തെ ടു കൺട്രോൾ ഫുഡ് ബോൺ ഇൻഫെക്ഷൻസ് ആൻഡ് ഇൻടോക്സിക്കേഷൻസ്. ഫുഡ് ബോൺ ഇൻഫെക്ഷനും ഇൻടോക്സിക്കേഷനും കൺട്രോൾ ചെയ്യാൻ വേണ്ടി. ടു എക്സ്റ്റെൻഡ് ദ ഷെൽഫ് ലൈഫ് ഓഫ് ഫുഡിൻ്റെ ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ? ടു റെഡ്യൂസ് എക്കണോമിക് ലോസ്. എന്താണ് എക്കണോമിക് ലോസ്? കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഒബ്ജക്റ്റീവ്സ് ഉണ്ടല്ലേ എല്ലാ പ്രിസർവേഷൻ മെത്തേഡ്സിലും നമുക്ക് യൂസ് ചെയ്ത് തന്നെയാണ് ഒരുവിധം എല്ലാ പ്രിസർവേഷൻ മെത്തേഡ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ്. അത് തന്നെയാണ് ഹേർഡിൽ ടെക്നോളജീൻ്റെ ഒബ്ജക്റ്റീവ്സ്. സോ എങ്ങനെയാണ് ഹേർഡിൽ ടെക്നോളജി നടക്കുന്നത്? അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? എങ്ങനെ ഹേർഡിൽ ടെക്നോളജി നടക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നതല്ല. അതിൽ 4 കാര്യങ്ങളാണ് വരുന്നത്. ആസ്പെക്ട്സ് ഓഫ് ഹേർഡിൽ ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ് ഹേർഡിൽ ടെക്നോളജിയിൽ നടക്കുന്ന കാര്യങ്ങൾ. അതിൽ 4 എണ്ണം. ഫസ്റ്റ് വൺ ഹോമിയോസ്റ്റാറ്റിസ്,
Second one, metabolic exhaustion. Third one, stress reactions. Fourth one, multi-target preservation of food. ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് വൺ ഹോമിയോസ്റ്റാസിസ്, മെറ്റബോളിക് എക്സോഷൻ, പിന്നത്തെ വരുന്ന എന്താണ് സ്ട്രെസ് റിയാക്ഷൻസ്, ലാസ്റ്റ് വൺ എന്താണ് മൾട്ടി ടാർഗറ്റ് പ്രിസർവേഷൻ ഓഫ് ഫുഡ്. അതിൽ ഫസ്റ്റ് വൺ ഹോമിയോസ്റ്റാസിസ്. ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറഞ്ഞാൽ maintains the stability of the living cells internal environment in response to the changes in external environment. സാധാരണഗതിയിൽ ഒരു ഫുഡിൻ്റെ എന്താ പറയുക അതിൻ്റെ ഉള്ളിലുള്ള എൻവയോൺമെൻറ്റ് നമ്മൾ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് അനുസരിച്ച് ചേഞ്ച് ചെയ്യും. അതായത് ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യുക, അസിഡിറ്റി, ആൽക്കലിനിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്യുക. ഇങ്ങനെ ഹോമിയോസ്റ്റാറ്റിസ് വെക്കുമ്പോൾ എന്ത് ചെയ്യും, മൈക്രോ ഓർഗാനിസംസിന് എന്ത് ചെയ്യും, ആ ഒരു ഇതിൽ വളരാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. അതായത് നമ്മളൊരു യൂണിഫോം കണ്ടീഷൻ ഉണ്ടാക്കുക, എക്സ്റ്റേണലും ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ യൂണിഫോം ഉണ്ടാക്കുമ്പോൾ എന്താവും, ഓർഗാനിസംസിന് അവിടെ വളരാൻ പറ്റില്ല. ഇങ്ങനെ ഈ ഹോമിയോസ്റ്റാറ്റിസ് കണ്ടീഷൻ ഉണ്ടാവുന്ന സമയത്ത് അപ്പോൾ ഹോമിയോസ്റ്റാറ്റിസ് നടത്തി, അതായത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഒരുപോലെ ആക്കി. രണ്ടാമത്തത് മെറ്റബോളിക് എക്സോഷനാണ്. ദ മൈക്രോബ്സ് യൂസസ് ദെയർ എനർജി ഫോർ ഹോമിയോസ്റ്റാറ്റിസ് ദെർബൈ ബിക്കമിങ് മെറ്റബോളിക്കലി എക്സോസ്റ്റഡ്. അപ്പം എന്ത് ചെയ്യും, ഈ ഒരു ഓർഗാനിസം ഉണ്ടല്ലോ, മൈക്രോ ഓർഗാനിസംസ് തനിക്ക് ഫേവറബിൾ അല്ല സിറ്റുവേഷൻ, അതായത് വളരാൻ ഗ്രോത്തിന് ഫേവറബിൾ എല്ലാ സിറ്റുവേഷൻ എന്നും തോന്നുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ കൂടുതൽ എന്ത് ചെയ്യും, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കും. അങ്ങനെ എന്താവും, അതിൻ്റെ ഉള്ളിലുള്ള എനർജിയൊക്കെ യൂസ് ചെയ്യും അല്ലേ. അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, എല്ലാ എനർജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ മെറ്റബോളിക്കലി അത് എക്സോസ്റ്റ് ആവും, എന്ന് വെച്ചാൽ തളർന്നു പോകും. അങ്ങനെ മെറ്റബോളിക് എക്സോസ്റ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, ഫുഡ് എന്താവും, ഓർഗാനിസംസിന് തളർന്നില്ല, അതിന് വളരാൻ പറ്റുന്നില്ല, അപ്പോൾ ഫുഡ് സ്റ്റെറിലൈസ് ചെയ്യും. ഈ പിന്നതാണ് സ്ട്രെസ് റിയാക്ഷൻ. ചില മൈക്രോബ്സ് ഉണ്ടല്ലോ, എത്ര അൺഫേവറബിൾ കണ്ടീഷൻസ് ആയാലും ഈ ചില സ്ട്രെസ് റിലീസിങ് പ്രോട്ടീൻസിനെ സിന്തസൈസ് ചെയ്ത് ബാക്കിയുള്ള ഓർഗാനിസംസിനെയൊക്കെ കൊന്ന് ഇതെന്ത് ചെയ്യും, ഇത് സ്വയം വളരാൻ നോക്കും. പക്ഷേ ഈ മെറ്റബോളിക് എക്സോഷൻ ഉണ്ടല്ലോ, ഇവർക്കും വളരെ ഇങ്ങനെ പ്രശ്നം വരുത്തല്ലോ. കാരണം ഇവരുടെ എനർജി, അങ്ങനെയുള്ള ഓർഗാനിസത്തിൻ്റെ എനർജിയും യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇത് മെറ്റബോളിക്കലി വീക്കാവും. അങ്ങനെ വീക്കാവുന്ന സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സ്ട്രെസ് റിലീസിങ് പ്രോട്ടീൻസിനെ അല്ലെങ്കിൽ നമ്മൾ ആ പ്രോട്ടീൻസിനെ റിലീസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ റിലീസ് ആവാതിരിക്കും ഇവരും എന്ത് ചെയ്യും, ഈ ഓർഗാനിസംസും എന്ത് ചെയ്യും, അതിൽ നിന്ന് ചത്തുപോവുകയോ അല്ലെങ്കിൽ മെറ്റബോളിക്കലി ഇനാക്റ്റീവായി നിൽക്കുകയോ ചെയ്യുന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഫുഡ് സ്റ്റെറിലൈസ് ചെയ്യും. ഇങ്ങനെ പല മെത്തേഡ്സ് യൂസ്, അങ്ങനെ മൾട്ടി ടാർഗറ്റ് പ്രിസർവേഷൻ ഓഫ് ഫുഡ് എടുത്ത് ഇങ്ങനെ പല മെത്തേഡ്സ് ഹേർഡിൽസ് ഉപയോഗിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുന്ന ഫുഡിനെ പ്രിസർവ് ചെയ്യുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ ഹേർഡിൽ ടെക്നോളജി. സോ ഹോമിയോസ്റ്റാസിസ്, മെറ്റബോളിക് എക്സോഷൻ, സ്ട്രെസ് റിയാക്ഷൻസ്, മൾട്ടി ടാർഗറ്റ് പ്രിസർവേഷൻ ഓഫ് ഫുഡ്, ഇതാണ് ഹേർഡിൽ ടെക്നോളജി എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ടൈപ്സ്, ഇത് നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെ. വാട്ടർ ആക്ടിവിറ്റി യൂസ് ചെയ്യാൻ പറ്റും, pH, ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്, ടെമ്പറേച്ചർ, ലോ ടെമ്പറേച്ചർ, പിന്നെ ഇത് ഹ്യൂമിഡിറ്റി, മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ, കോമ്പറ്റീറ്റീവ് മൈക്രോഫ്ലോറ, പ്രിസർവേറ്റീവ്സ്, ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ആപ്ലിക്കേഷൻസിൽ ഫസ്റ്റ് വൺ ഡയറി പ്രൊഡക്ട്സ്. എന്താണ് ഡയറി പ്രൊഡക്ട്സ്? ഡയറി പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ അതെന്ന് പറയുന്നത് അതിൽ യൂസ് ചെയ്യുന്നത് ഷെൽഫ് സ്റ്റേബിൾ പനീർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്, പേട, പിന്നെ അതുപോലെ തന്നെ ഈ മിൽക്ക്, കോവ ബേസ്ഡ് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പഠിക്കുക, പനീർ, പേട, കോവ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, ഈ നമ്മൾ ഹേർഡിൽ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ കേസിലാണെങ്കിൽ ഫ്രഷ് സ്ക്രാപ്പ്ഡ് കോക്കനട്ട്, അപ്പോൾ അതുപോലെ തന്നെ പിന്നെന്താ പറയുക ഗ്രേറ്റഡ് പപ്പായ, ഇതൊക്കെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹേർഡിൽ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. മീറ്റ് ആൻഡ് മീറ്റ് പ്രൊഡക്ട്സിൻ്റെ കേസിലാകും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഹേർഡിൽ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പം ഹേർഡിൽ ടെക്നോളജി കഴിഞ്ഞു. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ ആസ്പെക്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹോമിയോസ്റ്റാസിസ്, പിന്നെ എന്തായിരുന്നു മെറ്റബോളിക് എക്സോഷൻ, സ്ട്രെസ്, പിന്നത്തത് മൾട്ടി ടാർഗറ്റ് പ്രിസർവേഷൻ ഓഫ് ഫുഡ്, ഈ 4 കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അതുപോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഹേർഡിൽ ടെക്നോളജിയിൽ വരുന്നത്. ഇനി അടുത്തത് മൈക്രോ ഫിൽട്രേഷൻ. മൈക്രോ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക, നമ്മൾ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിമൂവ് പാർട്ടിക്കിൾസ് ഓഫ് സൈസ് ലാർജർ ദാൻ 0.2 millimeter ഫ്രം സൊല്യൂഷൻസ് ആൻഡ് സസ്പെൻഷൻസ് ഇൻക്ലൂഡിംഗ് ലാർജ് മോളിക്യൂൾസ്, പാർട്ടിക്കിൾസ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ്. സോ മൈക്രോ ഫിൽട്രേഷൻ ഇതാണ്, ശ്രദ്ധിച്ചോ, മൈക്രോ ഫിൽട്രേഷൻ, അരിക്കുക, നമ്മൾ അരിച്ചെടുക്കുന്നതിനാണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മൈക്രോ ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ മൈക്രോ സൈസുള്ള പാർട്ടിക്കിൾസിനെ ഫിൽട്ടർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതായത് 0.2 millimeter, അതായത് സൈസ് റിമൂവ്
പാർട്ടിക്കിൾസ് ഓഫ് സൈസ് ലാർജ് ദാൻ 0.2 മില്ലിമീറ്റർ, അത്രയും ചെറിയ സൈസിൽ ഇതിനേക്കാളും വലുതാട്ടോ, 0.2-നേക്കാളും വലിയ സാധനങ്ങളെ ഫിൽറ്റർ ചെയ്യുന്നതിനാണ് മൈക്രോ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. എവിടുന്ന് ഇത് ഫിൽറ്റർ ചെയ്യുക? സസ്പെൻഷൻസ് എന്ന് അല്ലേ. അതുപോലെ തന്നെ എന്തൊക്കെ ഫിൽറ്റർ ചെയ്യും? ലാർജ് മോളിക്യൂൾസ്, പാർട്ടിക്കിൾസ്, മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ, ഈസ്റ്റിനെയും ബാക്ടീരിയനെയൊക്കെ ഫിൽറ്റർ ചെയ്യും. എന്ത് യൂസ് ചെയ്തിട്ടാണ് ഫിൽറ്റർ? ഒരു മൈക്രോ ഫിൽറ്റർ യൂസ് ചെയ്തിട്ട്. ഇനി റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ബോത്ത് വെജിറ്റേറ്റീവ് ആൻഡ് സ്പോർ ഫോംസ് ആൻഡ് ഹെൻസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റെറൈൽ ഫ്ലൂയിഡ്സ് വിത്തൗട്ട് ദ ആപ്ലിക്കേഷൻ ഓഫ് ഹീറ്റ്. കണ്ടോ, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസം വിത്തൗട്ട് ദ ആപ്ലിക്കേഷൻ ഓഫ് ഹീറ്റ് കൊടുക്കാതെ നമുക്ക് മൈക്രോ ഓർഗാനിസത്തിന് എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത്? മെയിനായിട്ട് ബിയറിൽ സിഡർ എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ വിനെഗറാണ്. വൈന്, ഫ്രൂട്ട് ജ്യൂസസിനൊക്കെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഈ മൈക്രോ ഫിൽട്രേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ഹീറ്റ് കൊടുക്കാതെ, റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസം വിത്തൗട്ട് ആപ്ലിക്കേഷൻ ഓഫ് ഹീറ്റ്, വിത്തൗട്ട് ദ ആപ്ലിക്കേഷൻ ഓഫ് ഹീറ്റ് ആണ് മൈക്രോ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ റീപ്ലേസ് ദ കൺവെൻഷണൽ ക്ലാരിഫിക്കേഷൻ പ്രോസസ് ആൻഡ് അൾട്രാ ഫിൽട്രേഷൻ ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് വൈൻ, ബിയർ ആൻഡ് കോൺ സിറപ്സ്. അപ്പോൾ എന്താണ് സാധാരണ ചെയ്യുന്ന ക്ലാരിഫിക്കേഷൻ പ്രോസസ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? റീപ്ലേസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, എന്താണ് ഈ മൈക്രോ ഫിൽട്രേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്? മൈക്രോ ഫിൽറ്റർ മെംബ്രെയിൻസ് ആർ യൂഷ്വലി made of porous polymeric materials. Microfilter membranes are usually made of porous polymeric materials of tortuous structure അല്ലെങ്കിൽ sponge structure or inorganic agglomerates and cinders of microparticles. എന്തിൻ്റെ? മെറ്റൽസ്, മെറ്റൽ ഓക്സൈഡ്, ഗ്രാഫൈറ്റ് ഓർ സെറാമിക്സ്. ഇതിൻ്റെയൊക്കെ ഒരു സ്പോഞ്ച് സ്ട്രക്ചറുള്ള ഇതിൻ്റെ ഫിൽറ്ററിനെ പറ്റിയാണ് പറയുന്നത്. മൈക്രോ ഫിൽറ്റർ, നമ്മൾ ചായ അരിക്കുന്ന അരിപ്പില്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പുണ്ട്, കമ്പിൻ്റെ അരിപ്പുണ്ട്, അതുപോലെ ഈ ഫിൽറ്റർ എന്താ സാധനം എന്നാണ്. അപ്പോൾ ഈ ഫിൽറ്റർ എന്ന് പറയുന്നത് ഒരു സ്പോഞ്ച് സ്ട്രക്ചറാണ്. എന്താണ്? സ്പോഞ്ച് സ്ട്രക്ചറാണ്. അത് പോളിമറിക് മെറ്റീരിയൽസ് ആവാം, അല്ലെങ്കിൽ ഇനോർഗാനിക് അഗ്ലോമറേറ്റ്സ് ആവാം, അല്ലെങ്കിൽ ഒരു മൈക്രോ പാർട്ടിക്കിൾസിൻ്റെ അതായത് മെറ്റൽ, കുറേ കുഞ്ഞുകുഞ്ഞുനാന്നുള്ള മെറ്റൽസ് ഒന്നിച്ച് കൂട്ടി ഫിൽറ്റർ ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മൈക്രോ ഫിൽട്രേഷൻ ഓഫ് ഡൈല്യൂട്ട് സസ്പെൻഷൻസ് ഈസ് നോർമലി ക്യാരിഡ് ഔട്ട്. അതായത് സാധാരണഗതിയിൽ 2 തരത്തിലുള്ള ഫിൽട്രേഷൻ, അതായത് എന്നുവെച്ചാൽ ഡൈല്യൂട്ട്, അധികം വെള്ളമുള്ള, നല്ലോണം വെള്ളമുള്ളതും, ഇനി അതല്ല ഹയർ കോൺസെൻട്രേഷൻ, കുറച്ച് കട്ടിയുള്ള സാധനങ്ങളും. അങ്ങനെ ഡൈല്യൂട്ട് സസ്പെൻഷൻ ആണെങ്കിൽ യൂസ് ചെയ്യുന്ന ഡെഡ് എൻഡ് ഫിൽട്രേഷനാണ്. അതായത് ഫ്ലോ പെർപെൻഡിക്കുലർ ഓഫ് ദ മെംബ്രെയിൻ സർഫസ്. അപ്പോൾ എന്താലോചിക്കുക, ഡൈല്യൂട്ട് സസ്പെൻഷനെ ഡെഡ് എൻഡ് ഫിൽട്രേഷൻ. അതെന്താണെന്ന് പറഞ്ഞുതരാം. ഡൈല്യൂട്ട് സസ്പെൻഷന് ഡെഡ് എൻഡ്, DD. ഡൈല്യൂട്ട് സസ്പെൻഷൻ ആണെങ്കിൽ ഡെഡ് എൻഡ് ഫിൽട്രേഷൻ. ഇനി അതല്ല കോൺസെൻട്രേഷൻ കൂടുതലാണ്, ഹൈ കോൺസെൻട്രേഷൻ ആണ് ക്രോസ് ഫിൽട്രേഷൻ. അപ്പോൾ CC, ഹൈ കോൺസെൻട്രേഷൻ ക്രോസ് ഫിൽട്രേഷൻ, ഡൈല്യൂട്ട് ഡെഡ് എൻഡ് ഫിൽട്രേഷൻ. സോ ഇതാണ് ഡെഡ് എൻഡ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടോ നമ്മൾ പെർപെൻഡിക്കുലർ ആയിരിക്കും. എന്താണ്? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഫുഡ് നമ്മൾ എന്തായിരുന്നു മൈക്രോ ഫിൽറ്റർ ഇവിടെ ഉണ്ടാവും. ഈ മൈക്രോ ഫിൽറ്ററിനെ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ഈ മൈക്രോ ഫിൽറ്ററിലേക്ക് ഇവിടുന്ന്, അതായത് ഈ സസ്പെൻഷനെ ഇവിടുന്ന് ഇങ്ങോട്ട് ഒഴിക്കുന്നു. അങ്ങനെ നമ്മൾ ഏത് ഫുഡാണോ, ഏതോ ലിക്വിഡ് ഫുഡാണോ നമുക്ക് ചെയ്യേണ്ടത്, ആ ലിക്വിഡ് ഫുഡ് ഇങ്ങോട്ട് ഒഴിക്കുന്നു. ഇവിടുന്ന് ഫിൽറ്റർ നടക്കുന്നു. ഫിൽറ്റർ നടന്നതിന് ശേഷം ഫിൽറ്റേർഡ് എന്ത് ചെയ്യുന്നു? ലിക്വിഡ് പുറത്തോട്ട് വരുന്നു. ഓക്കെ, ഇതാണ് ഡെഡ് എൻഡ് ഫിൽട്രേഷൻ. പെർപെൻഡിക്കുലർ ആയിരിക്കും. എന്തിന്? മൈക്രോ ഫിൽറ്ററിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ ഒഴിക്കുന്നത്. ഇനി അടുത്ത ക്രോസ് ഫ്ലോ ഫിൽട്രേഷൻ. ക്ലോസ് ഫ്ലോ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് രണ്ടാണ്. ഇവിടെ കാണുന്നില്ലേ, ഈ താഴെയും മേലെയും കാണുന്നില്ലേ, ഇതാണ് എന്ത് ഫിൽറ്റർ? 2 ഫിൽറ്റർ ഉണ്ട് കണ്ടോ, ഇവിടെ ഒരു ഫിൽറ്റർ, ഇവിടെ ഒരു ഫിൽറ്റർ. ഈ 2 ഫിൽറ്ററിൻ്റെ ഇടയിലൂടെ, അതായത് പാരലായിട്ട്, ഇതെന്താണ്? ഫിൽറ്ററിൻ്റെ പാരലായിട്ട് എന്ത് ചെയ്യുന്നു? ഈ സസ്പെൻഷനെ നമ്മൾ പാസ് ചെയ്യുന്നു. നമുക്ക് ഏത് ലിക്വിഡ് മെറ്റീരിയലാണോ നമുക്ക് ഫിൽറ്റർ ചെയ്യേണ്ട, ആ ലിക്വിഡ് മെറ്റീരിയലിനെ പാസ് ചെയ്യുന്നു. അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇതിലെയും കണ്ടോ, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും നമുക്ക് ഫിൽട്രേറ്റ് കിട്ടും, ഇങ്ങോട്ടേക്കും ഫിൽട്രേറ്റിനെ കിട്ടും. ഇതാണ് ക്രോസ് ഫ്ലോ ഫിൽട്രേഷൻ. അപ്പോൾ ഹൈ കോൺസെൻട്രേഷൻ ഉള്ളതിൽ എന്തിൽ യൂസ് ചെയ്യുന്നു? ക്രോസ് ഫ്ലോ ഫിൽട്രേഷൻ. ഡൈല്യൂട്ട് ആണെങ്കിൽ ഡെഡ് എൻഡ് ഫിൽട്രേഷൻ. കോൺസെൻട്രേഷൻ കൂടിയാൽ ക്രോസ് ഫ്ലോ ഫിൽട്രേഷൻ. ഇനി ഇത് ഫുഡ് ആപ്ലിക്കേഷൻസ് ആണ്.
ഫുഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് എന്തിനാണ്? ഫ്രൂട്ട് ജ്യൂസസ് ക്ലാരിഫൈ ചെയ്യാൻ, വൈൻ്റെയും ബിയറിനും നേരത്തെ പറഞ്ഞു അല്ലേ, ഫ്രൂട്ട് ജ്യൂസസ് വൈന് ബിയറിൻ്റെയൊക്കെ ക്ലാരിഫിക്കേഷന് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത് ബാക്ടീരിയനെ ഉപയോഗിക്കാൻ റിമൂവ് ചെയ്യാൻ പറ്റും. അതർ സ്പോയിലേജ് മൈക്രോഓർഗാനിസം ഫ്രം ലിക്വിഡ് ഫുഡ്സ് സച്ച് ആസ് മിൽക്ക്, വൈൻ ആൻഡ് ബിയർ. മിൽക്ക് എന്നൊക്കെ എന്ത് ചെയ്യാം, ബാക്ടീരിയനെ സ്പോയിലേജ് ഓർഗാനിസത്തിനെ കുറയും. ഇനി അടുത്ത ഇത് രണ്ടുമാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്. അപ്പോൾ എന്താണ്, ലിക്വിഡ് ഫുഡിലാണ് മെയിനായിട്ട് മൈക്രോ ഫിൽറ്റർ, കാരണം നമ്മൾ അരിച്ചെടുക്കുകയാണല്ലോ, അപ്പോൾ ലിക്വിഡ് ഫുഡാണല്ലോ അധികം ഉപയോഗിക്കുക. ഇനി ഫോളിംഗ് ഓഫ് മൈക്രോ ഫിൽറ്റർ മെംബ്രെയിൻസ്. ഫോളിംഗ് എന്താ സംഭവം? അതായത് ഫോളിംഗ് എന്ന് പറയുന്നത് അടിഞ്ഞുകൂടുക, അരിപ്പയിൽ അടിഞ്ഞുകൂടുന്നതിന് നമ്മൾ ഫോളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഫോളിംഗ് ഉണ്ടാവാനുള്ള കാരണം? പ്രോട്ടീൻ കോമ്പോണൻസ് ആണ്, ഫുഡിൽ ഉണ്ടാകുന്ന പ്രോട്ടീൻ കമ്പോണൻസ് ആണ് ഫോളിങ്ങിന് കാരണം. സോ മൈക്രോ ഫിൽറ്ററിൽ ഫോളിംഗ് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? പ്രോട്ടീൻ കമ്പോണൻസ് ആണ്. അപ്പോൾ ഇതിനെ എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റൂ? അതിനെ റിമൂവ് ചെയ്യുന്ന മെത്തേഡാണ് ബാക്ക് ഫ്ലഷിങ്. എന്താണ് ബാക്ക് ഫ്ലഷിങ്, അല്ലെങ്കിൽ പൾസിങ്, അല്ലെങ്കിൽ വാഷിംഗ്, അല്ലെങ്കിൽ സിമിലർ ടു ട്രീറ്റ്മെൻറ്റ് ഓഫ് UF മെംബ്രെയിൻസ്. അപ്പോൾ ബാക്ക് ഫ്ലഷിംഗ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, അരിപ്പല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഡെഡ് എൻഡ് ഫിൽട്രേഷനിൽ അരിപ്പ് ഇങ്ങോട്ടേക്കല്ലേ സാധനം വന്നിരിക്കുന്നത്, ഇതെന്ത് ചെയ്യും? നേരെ തിരിച്ചിങ്ങോട്ടേക്ക് വെള്ളം ഒഴിക്കും. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്താവും? ഇവിടെ ഇങ്ങനെ തങ്ങിക്കിടക്കുന്ന എന്താണോ പ്രോട്ടീൻ കോമ്പണൻസ് ഉണ്ടല്ലോ, അത് പുറത്തോട്ട് വരൂലേ, അതാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ബാക്ക് ഫ്ലഷിങ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ഫിൽറ്ററും നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ മൈക്രോ ഫിൽട്രേഷൻ കഴിഞ്ഞ്, മൈക്രോ ഫിൽട്രേഷൻ എന്ന് വെച്ചാൽ 0.2 മില്ലിമീറ്റർ സൈസിൽ കൂടുതലുള്ള സാധനങ്ങളെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മൈക്രോ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അതിലെന്ത് നമ്മൾ സ്പോഞ്ച് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ എന്തെന്നാ മെറ്റൽസിൻ്റെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് തന്നെ, പിന്നെ ലിക്വിഡ് മെറ്റീരിയൽസാണ് കൂടുതലായിട്ട്, ലിക്വിഡ് ഫുഡാണ് കൂടുതലായിട്ട് മൈക്രോ ഫിൽറ്റർ ചെയ്യുന്നത്. ഹീറ്റ് അപ്ലിക്കേഷൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുഡിനെ മൈക്രോ ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് എന്തെന്നാണ് മൈക്രോ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും പഠിക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്ക് പോകാം.